ശ്രീ ടി ജി മോഹൻദാസ് നമ്മളോടൊപ്പം ചേരുന്നു. നമസ്തേ, സ്വാഗതം ശ്രീ ടി ജി മോഹൻദാസ്. ചോദിച്ചത് ഇതാണ്: ന്യൂനപക്ഷം എന്നതിനപ്പുറം ഹിന്ദു എന്ന് പറയാൻ നാവ് പൊന്തുന്നില്ല കോൺഗ്രസിനോ ഇന്ത്യ നേതാക്കൾക്കോ. ഒടുവിൽ പ്രസ്താവനയും പ്രമേയവും വരുമ്പോൾ ആശങ്ക വേട്ടയാടപ്പെടുന്ന ഹിന്ദുക്കളുടെ പേരിലല്ല, ആശങ്ക ഇതെങ്ങാനും BJP രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കുമോ എന്നാണ്. ശ്രീ ടി ജി മോഹൻദാസ്. അല്ല, അവരങ്ങനെ ചെയ്യുള്ളൂ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു എന്ന് പറയുന്നത് ഒരു മനുഷ്യജന്മമല്ല. അത് കൊതുക് പോലെയോ അങ്ങനെയൊക്കെ അവരുടെ മറ്റേ നേതാവ് പറഞ്ഞില്ലേ, ഉന്മൂലനം ചെയ്യപ്പെടേണ്ട ഒരു അസുഖമാണ് ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ രീതിയിലാണ് അവർ കാണുന്നത്. അവർക്ക് ഭയങ്കര വെറുപ്പാണ് ഹിന്ദു എന്ന് പറയുന്നത്. അതുകൊണ്ട് അവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ട് അവര് ക്രിസ്ത്യാനികൾക്കോ മുസ്ലിങ്ങൾക്കോ എന്തെങ്കിലും തകരാറ് എവിടെയെങ്കിലും സംഭവിച്ചാൽ അത് പർവ്വതീകരിച്ച് വലിയ ബഹളം നടത്തും, ഉള്ളതിനും ഇല്ലാത്തതിനും ഒക്കെ കച്ചറ ഉണ്ടാക്കും. പക്ഷേ ഹിന്ദു സമാജത്തിന് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അവരക്ഷരം മിണ്ടില്ല എന്ന് മാത്രമല്ല, ഉള്ളിൽ ഇവർ സന്തോഷിക്കുന്നവരുണ്ട്. തീരട്ടെ ഈ പണ്ടാറക്കാലം വരെ അവസാനിക്കട്ടെ. അതൊരു വല്ലാത്ത, എനിക്കറിയില്ല, മനുഷ്യത്വം നഷ്ടപ്പെടുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് മൃഗത്വം പോലും നഷ്ടപ്പെടുന്ന ഒരു മാനസികാവസ്ഥയാണ്. അതുകൊണ്ടാണ് ബംഗ്ലാദേശിലെ ഹിന്ദു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇവർക്ക് അങ്ങ് ചൊറിഞ്ഞു വരും. അവരുടനെ മണിപ്പൂര്, ചങ്ങനാശ്ശേരി, തിരുവല്ല, ചെങ്ങന്നൂർ ഇതൊക്കെ പറയാന്ന് പറയും. പക്ഷെ അവര് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ പറ്റി പറയില്ല. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ എന്ന് വരെ അവർ പറഞ്ഞു തരും. പക്ഷേ ഹിന്ദു എന്നുള്ളൊരു വാക്ക് ഈ പറയുന്ന ഓരോറ്റ എണ്ണത്തിന്റെ വായിൽ നിന്നും വരില്ല. കാരണം അതൊരു ത്രിവാക്കായിട്ട് അവർ സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അത് പുറത്തു വരാത്തത്. ആരും ചോദിക്കാനുണ്ടാവില്ല ഹിന്ദുവിന്. ഇതിപ്പോ ബംഗ്ലാദേശില്, ഇന്ത്യയിൽ ഇതുപോലെ ചെയ്യുകയാണെന്ന് വെച്ചോ, കേരളത്തിൽ ഹിന്ദുക്കളെ പരസ്യമായിട്ട് വെട്ടിക്കൊല്ലുകയാണെങ്കിൽ കൈയടിച്ച് ചിരിക്കും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാം. ഉള്ളിൽ ആനന്ദിക്കും. അന്ന് പ്രത്യേക പ്രാർത്ഥന നടത്തും, ആഘോഷം നടത്തും, കള്ളു കുടിച്ചിട്ട് തുള്ളും. ഹിന്ദുക്കൾ ചാവുന്നില്ല. ഇതാണ് മൈൻഡ് സെറ്റ്. ഇതാണ് പറഞ്ഞിട്ടുള്ള കാര്യം. അതുകൊണ്ട് അവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കേണ്ട. ചെയ്യാനുള്ളത് ഹിന്ദുക്കൾ തന്നെ ചെയ്യണം. അത് ചെയ്യാതെ ഇതിനൊരു പരിഹാരവും ഉണ്ടാവില്ല. അത് ചെയ്യാൻ വലിയ നേരവും കാലവും ഒന്നും വേണ്ട. ബംഗ്ലാദേശ് ഈ പറയുന്ന വലിയൊരു രാജ്യമൊന്നും അല്ല. 70,000 പട്ടാളക്കാർ, അതില് 30,000 പേര് അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടി, ബാക്കി 40,000 പേരാണ് ഫൈറ്റർ. ഈ പറയുന്ന ഒരായുധവും തേങ്ങയും ബംഗ്ലാദേശിന്റെ കയ്യിലില്ല. അവരെ പാകിസ്ഥാൻ സഹായിക്കാൻ വരും, ചൈന സഹായിക്കാൻ വരും എന്നൊക്കെയാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും പ്രതീക്ഷിക്കുന്നത്. അവർക്ക് ആ പ്രതീക്ഷയില്ല. പക്ഷെ ഇവിടുത്തുകാർക്ക് പ്രതീക്ഷയുണ്ട്. കാരണം ഇവിടുത്തുകാർക്ക് ഇന്ത്യ തോറ്റ് കാണണം, ഹിന്ദു ചത്ത് കാണണം, അതിന് നേർച്ച നിർന്ന് കാവലിരിക്കുക. എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ ഇതൊന്നും, ഈ സ്വപ്നങ്ങൾ ഒന്നും തന്നെ ഫലിക്കാൻ പോകുന്നില്ല. ഹിന്ദു തോൽക്കാൻ പോകുന്നില്ല. ബംഗ്ലാദേശിലെ ഹിന്ദുവിനെ രക്ഷിക്കാനുള്ള നടപടികൾ ഭാരതത്തിലെ ഗവൺമെന്റ് ഭാഗത്തു നിന്നും ഉണ്ടാവും. അതിന് ഇവരുടെ ആരുടെയും അവസരം വേണ്ട. ശ്രീ മോഹൻദാസ്, അങ്ങ് പറഞ്ഞു വന്നതിൽ നിന്ന് ഒരു ചോദ്യം കൂടി. തെറ്റുകൾ തിരുത്തേണ്ട സമയമായോ? 2 തെറ്റ്. ഒന്ന്, കശ്മീരിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ച പാകിസ്ഥാനെ തുരത്തി ഇങ്ങ് എവിടെ വരെ വേണം ഭാരതമെന്ന് തീരുമാനിക്കാൻ കുതിക്കുകയായിരുന്നു ഭാരതത്തിന്റെ സൈന്യം. അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു സ്റ്റേറ്റ്സ്മാൻ ആകാനായി അതും കൊണ്ട് ഐക്യരാഷ്ട്ര സംഘടനയിലേക്ക് പോയി. സ്റ്റേറ്റസ് കോ, തൽസ്ഥിതി വാങ്ങിക്കൊണ്ടുവന്നു. നമ്മുടെ പറമ്പിൽ, നമ്മുടെ കുന്നിൻ മുകളിൽ പാകിസ്ഥാന്റെ പോസ്റ്റ് നിലനിർത്തിയ തൽസ്ഥിതി. 2, ഈ ബംഗ്ലാദേശ്, അങ്ങ് പറഞ്ഞു വന്ന ഈ ബംഗ്ലാദേശ് എങ്ങനെ ഉണ്ടായി എന്നുള്ള ഓർമ്മകൾ അവർക്ക് വേണം. അതുണ്ടാക്കിയപ്പോൾ, അതിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തപ്പോൾ അന്നും ചോദിച്ചു സൈനിക നേതൃത്വം ഇന്ദിരാഗാന്ധിയോട് ഇങ്ങെടുക്കട്ടെ എന്ന. ശ്രീ ടി ജി മോഹൻദാസ്, ഞാൻ തുറന്നു ചോദിക്കുന്നു, ആ തെറ്റ് തിരുത്തേണ്ട സമയമായെന്നാണോ അങ്ങ് പറഞ്ഞു വരുന്നത്? അത് തെറ്റൊന്നുമല്ല, അത് മനഃപൂർവ്വം ചെയ്തതാ. മനസ്സിലായി? ഇന്ത്യൻ പട്ടാളം അങ്ങ് കറാച്ചിയുടെ 1.5 കിലോമീറ്റർ ദൂരെ വരെ എത്തിയിരുന്നു. ആ സമയത്ത് വെടിനിർത്തലിന്റെ ആവശ്യമില്ല. കറാച്ചിയും കൂടെ പിടിച്ചിട്ട്
പാക് ഒക്കുപ്പൈഡ് കാശ്മീർ അത് വിലപേശി വാങ്ങിയിട്ട് അങ്ങനെ തീർക്കാമായിരുന്നു. അത് മണ്ടത്തിലൊന്നും ആയിരുന്നില്ല. അതൊക്കെ ഇന്ദിരാഗാന്ധി മനഃപൂർവ്വം ചെയ്തതാണ്. അതിൻ്റെതായ കാരണങ്ങളും ഒക്കെ. എനിവേ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇപ്പോൾ നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ചെയ്യാനുള്ള ഗവൺമെന്റിനെ നമ്മൾ ശക്തിപ്പെടുത്തുക. അന്നൊക്കെ എന്ന് വെച്ചാൽ ഈ യുദ്ധം വരുമ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും. പിന്നെ ആരും പുറത്തിറങ്ങാൻ പാടില്ല. അടിയന്തരാവസ്ഥയാണല്ലോ, ആരും ഒന്നും മിണ്ടാൻ പാടില്ല. ഇതായിരുന്നു. ഈ പതിവ് തെറ്റിച്ചത് വാജ്പേയി ആണ്. 99 കാർഗിൽ യുദ്ധം നടക്കുമ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചില്ല. അടിയന്തരാവസ്ഥ കോൺഗ്രസ്സുകാരുടെ എന്നത്തെ ആയുധമാണ്. അത് യുദ്ധമുള്ളപ്പോഴോ സമാധാനമുള്ളപ്പോഴോ അവർക്ക് തോന്നുമ്പോഴൊക്കെ അവരത് പ്രഖ്യാപിക്കുകയും ആളുകളെ പിടിച്ചു പൂട്ടിയിടുകയൊക്കെ ചെയ്യും. വാജ്പേയി കാർഗിൽ യുദ്ധകാലത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചില്ല. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാതെ തന്നെ യുദ്ധം ജയിക്കാൻ പറ്റും. അദ്ദേഹത്തെ വിമർശിക്കാൻ അകത്ത് ആളുണ്ടാവില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അവർ വിമർശിച്ചോട്ടെ എന്ന് പറയുന്ന ആൺകുട്ടിയായിരുന്നു വാജ്പേയി. ഇന്നിപ്പോ ഇസ്രായേലിൽ നടക്കുന്നത് കണ്ടിട്ടില്ലേ? ഇസ്രായേൽ യുദ്ധം ചെയ്യുമ്പോൾ പോലും നെതന്യാഹു രാജിവെക്കണം, നെതന്യാഹുവിനെ ഇറക്കി വിടണമെന്ന് പറഞ്ഞിട്ട് വമ്പൻ പ്രകടനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അത് നെതന്യാഹു അനുവദിക്കുന്നുമുണ്ട്. അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ജനങ്ങൾക്ക് അവരുടെ ഐക്യദാർഢ്യമോ അല്ലെങ്കിൽ എതിർപ്പോ അത് തുറന്ന് പ്രകടിപ്പിക്കാനുള്ള അവസരം കൊടുത്തുകൊണ്ട് തന്നെ ഭാരതം പെരുമാറണം. കാണാമല്ലോ നമുക്ക് ആരാണ് രാജ്യത്തിന്റെ കൂടെ നിൽക്കുന്നത്, ആരാണ് എതിരായിട്ട് നിൽക്കുന്നത്. എനിക്കുറപ്പാണ് ബംഗ്ലാദേശിൽ നമ്മൾ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഇസ്ലാമിക ശക്തികളും കൂടെ രാജ്യം കുട്ടിച്ചോറാക്കാനായിട്ട് തെരുവിലിറങ്ങും. അവരെ നേരിടുന്നത് നട്ടെല്ലുള്ള രാജ്യസ്നേഹികളായിരിക്കും. ഒരിക്കൽ അതങ്ങ് ആ കണക്കങ്ങ് തീർക്കണം. ഇതൊക്കെ ആരെവിടെ നിൽക്കുന്നു എന്ന് അറിയണം. അല്ലാതെ പൊതിഞ്ഞു വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ സമയം കഴിഞ്ഞു. ഇനിയിപ്പോ ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് ആക്ഷനുടെ തെരുവിൽ കാണട്ടെ. നീ ബംഗ്ലാദേശിന്റെ കൂടെയാണോ, ഇസ്ലാമിക തീവ്രവാദിയുടെ കൂടെയാണോ, അതോ ഭാരതത്തിന്റെ കൂടെയാണോ? നിനക്ക് സഹോദരനെ ഹിന്ദുവിനോട് തരേക്കെങ്കിലും സ്നേഹമുണ്ടോ എന്ന് തെരുവിൽ തീരുമാനിക്കുന്ന ഒരു കാലം വരട്ടെ എന്ന് ഞാൻ പറയുന്നു. അതിന് ഇവർ തയ്യാറാവില്ല. എപ്പോഴും അവരോടേ അയ്യോ ഞങ്ങളെ സമാധാനപ്രിയര്, മോഹൻദാസ് കലാപത്തിന് ആഹ്വാനം ചെയ്തു, മോഹൻദാസിന്റെ പേരിൽ കേസെടുക്കുന്നൊക്കെ പറയും. ഈ നാട്ടിലില്ലാത്ത നപുംസകങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കും. യൂസ്ലെസ് സാധനങ്ങൾ. അങ്ങയിലേക്ക് വരാം. പ്രൊഫസർ റോണി കെ ബേബി, അങ്ങ് കേട്ടിട്ടുണ്ടാവും മോഹൻദാസ് സാർ പറഞ്ഞത്. ഈ മോഹൻദാസ് പറഞ്ഞ ഈ വാസ്തവവിരുദ്ധമായ കാര്യങ്ങളെ കുറിച്ചൊക്കെ എനിക്ക് പിന്നെ മറുപടി പറയേണ്ടതില്ല. ഇങ്ങനത്തെ ഈ പച്ചവർഗീയത പറയുന്ന ആളുകളോടൊന്നും സംസാരിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. ഞാൻ വളരെ കൃത്യത്തിന് അത് എന്തൊക്കെയാ പറയുന്നത്. ഹിന്ദു എന്ന് പറഞ്ഞാൽ അല്ല, മോഹൻദാസ് ഇന്ന് കുറെ ആളുകൾ യൂസ്ലെസ് ഒന്നും തെരുവിൽ കാണാവുന്നു അങ്ങനെയൊന്നും അദ്ദേഹത്തെ പറയുന്ന പച്ചവർഗീയ ഭാഷയിലൊന്നും സംസാരിക്കാനല്ല എന്നെ ഒന്നും പഠിപ്പിച്ചിരിക്കുന്നത്. എന്റെ പ്രസ്ഥാനമൊന്നും ആ ഭാഷയിലല്ല സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാനതുകൊണ്ട് അദ്ദേഹം ചോദിച്ചത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് താല്പര്യമില്ല. ജനാധിപത്യ രീതിയിൽ സംസാരിക്കാം. പ്രൊഫസർ, നിങ്ങളൊരു പ്രൊഫസറാണെങ്കിൽ അതാണ് നിങ്ങൾ ജനാധിപത്യം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് അതാണ് നിങ്ങളുടെ ജനാധിപത്യം. എന്ത് താല്പര്യമില്ലാന്ന് എണീറ്റ് ഓടാതെ തെരുവിലാണ് ജനാധിപത്യം തീരുമാനിക്കുന്നത്. യൂസ്ലെസ് വിളിക്കുന്നത് എന്ത് ജനാധിപത്യം? അർത്ഥം അത് തെരുവാക്കലല്ലോ. യൂസ്ലെസ് അതിന്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കാനുള്ള അത്യാവശ്യം വിവരമൊക്കെ എനിക്കുണ്ട്. അത് നിങ്ങൾക്കില്ല, അതുകൊണ്ടാണ് നിങ്ങൾ ക്ഷോഭിക്കുന്നത്. ഞാൻ വളരെ ഈ അരമണിക്കൂർ ചർച്ചയിൽ തെരുവിൽ പ്രകടനം നടത്തുന്നത് ജനാധിപത്യ വിരുദ്ധമാണെങ്കിൽ CAA വിരുദ്ധ പ്രകടനം, കാർഷിക പ്രകടനം, നിങ്ങളുടെ പാലസ്തീൻ ഐക്യദാർഢ്യം കുറെ സിന്ദാബാദ് വിളിച്ച് നടന്നല്ലോ. ഇതൊക്കെ ജനാധിപത്യ വിരുദ്ധമാണോ? തെരുവിലാണ് നിങ്ങളുടെ ശക്തി കാണിക്കുന്നത്. ആ ശക്തി ഹിന്ദുക്കൾ കാണിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ജനാധിപത്യ വിരുദ്ധമാണ്, ഫാസിസമാണ്, അശ്ലീലമാണ്. എന്തൊരു കഷ്ടമാണ് പ്രൊഫസർ. ജനാധിപത്യ ബോധം ഉണ്ടെങ്കിൽ പറയണം, യെസ്
തെരുവിൽ നിങ്ങൾ ശക്തി കാണിക്കൂ എന്ന് പറയണം. നിങ്ങൾ ഏറ്റവും വലിയ ശത്രുക്കളായ ഹിന്ദുക്കളെ വെട്ടിക്കൊല്ലാൻ നിങ്ങൾ തക്കം പാർത്തിരിക്കുകയാണ്. അത് മാറ്റിയിട്ട് ബോൾഡായിട്ട് റോഡിൽ ഇറങ്ങി പറയണം ഹിന്ദു സമൂഹത്തിന് ജീവിക്കാൻ അവകാശമില്ല. ഇത് പറ നിങ്ങൾ എന്തിനാ ഈ പൊതിഞ്ഞു പിടിക്കുന്നത്?